ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീം ഇപ്പോൾ മാറ്റത്തിന്റെ സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി എത്തിയിട്ടുണ്ട്. CBFന്റെ പ്രസിഡന്റായ എഡ്നാൾഡോക്ക് തന്റെ സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. പുതിയ ഒരു പ്രസിഡന്റ് ഉടൻ തന്നെ വരും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ മാറ്റങ്ങളാണ് ബ്രസീലിയൻ ടീമിനകത്ത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും ബ്രസീലിയൻ ഇതിഹാസമായ കക്ക ആഞ്ചലോട്ടിയുടെ വരവിനെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മുൻപ് കക്കയും ആഞ്ചലോട്ടിയും ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അപ്പോൾ കക്ക ആഞ്ചലോട്ടിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആഞ്ചലോട്ടിയുമായി താൻ നേരിട്ട് സംസാരിച്ചിരുന്നു, അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ നേർന്നിട്ടുണ്ട് എന്നൊക്കെയാണ് കക്ക പറഞ്ഞിട്ടുള്ളത്. ബ്രസീലിയൻ ലെജൻഡിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആഞ്ചലോട്ടി ബ്രസീലിന്റെ പരിശീലകനായതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അദ്ദേഹം കേവലം ഒരു പരിശീലകൻ മാത്രമല്ല, ബ്രസീലിയൻ ഫുട്ബോളിൽ അദ്ദേഹത്തിന്റെ ഇമ്പാക്റ്റ് അത് വളരെ വലുതായിരിക്കും. തീർച്ചയായും അദ്ദേഹം ഒരു ലെഗസി ഇവിടെ ഉണ്ടാക്കിയെടുക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. നിലവിലെ മികച്ച പരിശീലകൻ മാത്രമല്ല അദ്ദേഹം, ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പരിശീലകനാണ്. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്, അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ അദ്ദേഹം റയൽ മാഡ്രിഡിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. റയലിലെ തൻ്റെ അവസാന സമയങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഒരു നല്ല പടിയിറക്കത്തിന് ശേഷം മാത്രമായിരിക്കും ബ്രസീലിയൻ ദേശീയ ടീമിനെ കുറിച്ച് ആഞ്ചലോട്ടി ചിന്തിക്കുക. ഇതാണ് ഇപ്പോൾ കക്ക പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വരുന്ന 25-ാം തീയതിയാണ് ലാലിഗയിലെ അവസാന മത്സരം റയൽ മാഡ്രിഡ് കളിക്കുക. അതിനുശേഷം കാർലോ ആഞ്ചലോട്ടിക്ക് റയൽ മാഡ്രിഡ് ഒരു യാത്രയപ്പ് ചടങ്ങ് നൽകുകയും ചെയ്യും. ഉടൻ തന്നെ അദ്ദേഹം ബ്രസീലിലേക്ക് എത്തും എന്നുള്ളതാണ്. 26-ാം തീയതി അദ്ദേഹം ചുമതലയേൽക്കുകയും ബ്രസീലിന്റെ സ്ക്വാഡ് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.